ഇന്ന് എന്താണേലും ഈ പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. ക്ലൈമറ്റ് അത്ര കണ്ടീഷനൊന്നുമല്ല. ഇത് നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ആവശ്യപ്പെട്ടതാണ്. അന്നേരം വിൻ്റർ ആയതുകൊണ്ടാണ് ചെയ്യാതെ പോയത്. മടിയാണ് കേട്ടോ പ്രധാന കാരണം. പിന്നെ ആൾക്കാരെല്ലാം എൻ്റെ കാല് കാണൂല്ലോ എന്നുള്ളൊരു വൈക്ലഭ്യവും മനസ്സിലുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് കുഞ്ഞിനാളിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന പെഡിക്യൂറാണ്. അതായത് സൺഡേയിൽ പള്ളിയിൽ 3 മണി അടിച്ച് കഴിയുമ്പോഴാണ് ഓർക്കുന്നു, അയ്യോ കാല് കഴുകിയില്ലല്ലോ, എല്ലാവരും മുട്ടക്കുത്ത് നിൽക്കുമ്പം കാണും എന്നോർത്ത് ഓടി അലക്കല്ലിൻ്റെ അടുത്ത് പോയി കാല് കഴുകുന്നത്. പിന്നെ ഫുൾ സ്കേർട്ട് ഇടാൻ തുടങ്ങിയപ്പം മുതൽ മടിയായി. കാരണം മൂടി വെക്കാമല്ലോ, ആരും കാണത്തുമില്ല. ആ മടി ഇപ്പോഴും തുടരുന്നു. ഇപ്പം പിന്നെ ഷൂ ഇടുന്ന കാരണം അതും പ്രശ്നമില്ല. ഇയേഴ്സ് മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഫോഴ്സ്ഫുള്ളി പെഡിക്യൂറൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറാൻ തുടങ്ങും, ഹാർഡ്നെസ് ആകും, ഡ്രൈനെസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് കാരണം നമ്മുടെ ഹോർമോൺ ഇംബാലൻസും ക്ലൈമറ്റ് ചേഞ്ച്, ലിവർ ഡിസീസ് അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഒക്കെയാണ്. അല്ലാതെ വൃത്തിയില്ലായ്മയോ മടിയോ ഒന്നും ആണെന്ന് വിചാരിക്കരുത്. പിന്നെ ഞാൻ ഈ പെഡിക്യൂർ 5-6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ സിമ്പിളായിട്ട് അതിൻ്റെ പെഡിക്യൂറിൻ്റെ മെഷീനായിട്ട് ചെയ്യും. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു ബേസിനിലോ ബക്കറ്റിലോ ചെറു ചൂടുവെള്ളം എടുക്കുക. പിന്നെ ഇതിൻ്റെ അതോട് ഞാൻ ആദ്യം ചേർക്കുന്നത് ഫുഡ് ബാത്ത് സോൾട്ട് ആണ്. ഇത് നിങ്ങൾക്ക് അതില്ലെങ്കിൽ ബേക്കിംഗ് സോഡ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് 3% ഡൈല്യൂട്ട് ആയത് ഫാർമസി മേടിക്കാൻ കിട്ടും. ഇതും നല്ലൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളപ്പം, അതായത് മഴക്കാലത്തൊക്കെ ആണെങ്കിലും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഷാമ്പുവോ ഉപയോഗിക്കാം. ഞാൻ ഈ ഉപയോഗിക്കുന്ന ഡെഡ് സീ സോൾട്ട് വളരെയധികം നല്ലതാണ്. പെർഫ്യൂമാണ് അത് പോട്ടെ, അതിനേക്കാളും അതിനകത്ത് ഹൈലി കോൺസെൻട്രേറ്റ് ആയിട്ട് മഗ്നീഷ്യം ഉണ്ട്. ഇത് കാല് നല്ല സ്മൂത്ത് ആക്കാനും ഹൈഡ്രേഷൻ നിലനിർത്താനും വളരെയധികം നല്ലതാണ്. സ്കിൻ ഡിസോർഡേഴ്സ് ആയ സോറിയാസിസ് അതുപോലെ ആക്നെ പോലുള്ള രോഗങ്ങൾക്ക് ഇത് വളരെയധികം ഫലപ്രദമാണ്. കാല് ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യാം. ഞാൻ അൾട്രാവയലറ്റിൻ്റെ സെമി പെർമനൻറ്റ് നെയിൽ പോളിഷാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റിമൂവറും കൊണ്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ ഈ കുഞ്ഞ് മെഷീനും കൊണ്ട് ഡ്രില്ല് ചെയ്താണ് ഇത് കളയുന്നത് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആയിരിക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബേസിൻ്റെ അകത്ത് ഇവിടെ വെള്ളമൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഞാൻ ഓൾറെഡി ബാത്ത് സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന ഈ ചെറു ചൂടുവെള്ളത്തിലേക്ക് കാലുകൾ ഇറക്കി സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് കുറച്ചൊരു മസാജും ചെയ്യാം. ഈ ബാത്ത് സോൾട്ട് നമുക്ക് പല കളറിലും പല പെർഫ്യൂമുകളിലും കിട്ടും. നല്ല അട്രാക്റ്റീവായിട്ട് കളറാണ്. പിന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ താരത്തിനെ പുറത്തെടുക്കാം. ഇത് നമ്മുടെ പാദമൊക്കെ നല്ലോണക്കൊന്ന് ബ്രൈറ്റ് ആക്കുന്നതിനും നല്ലോണക്കൊന്ന് ക്ലീൻ ചെയ്തതിനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് ഒരു സാധാരണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിലോട്ട് പേസ്റ്റ് തേച്ച് വെച്ചിട്ട് നമുക്ക് പാദം നല്ലോണക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. കാരണം എല്ലാ സമയം നമ്മൾ കുളിക്കുമ്പോഴും നമ്മുടെ പാദം വരെ നമ്മുടെ കൈ എത്താറില്ല. ഇനി നമുക്കടുത്തത് നമ്മുടെ പിമിക് സ്റ്റോൺ ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഉൾക്കാനോയിൽ ഉണ്ടാകുന്ന ലാവയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗന്ധകങ്ങളും മിനറൽസും ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെഡിക്യൂറിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതും കൊണ്ട് നമുക്ക് കാലിൻ്റെ ഉപ്പൂറ്റിയും അതുപോലെ പാദത്തിൻ്റെ 2 സൈഡും അകവും നല്ലോണക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവേ. ഇനി നമ്മുടെ അടുത്ത സാധനമാണ് ഫയല്. ഇത് നമുക്ക് ഇപ്പം നല്ല കാല് നല്ല കുതിർന്നിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതും കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുവാണെങ്കിൽ ശരിക്കും നല്ല ഡെഡ് സ്കിന്നൊക്കെ നല്ലോണമൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഉപകരണമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ചെരുപ്പിട്ടതിൻ്റെ തഴമ്പൊക്കെ കാണും. നമ്മുടെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡെഡ് സ്കിന്നുള്ളത്. അതിപ്പോൾ നല്ല കുതിർന്ന് നല്ല പരുവമായിട്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഫയൽ വെച്ച് ഇങ്ങ് പിടിച്ചാൽ മുഴുവനും ഇങ്ങ് പോരും. ഇനി അടുത്തത് ചെയ്യേണ്ട നെയിൽ കെയർ ആണ്. അതിന് ഈ ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ക്യൂട്ടിക്കിൾസിനെയൊക്കെ പുറകോട്ട് ഇങ്ങനെ തള്ളിയെടുക്കാനും പറ്റും. നെയിൽ ബെഡൊക്കെ നല്ലോണക്ക് ഡെഡ് സ്കിന്നിനെ മാറ്റാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാ നെയിലും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ക്യൂടെക്സ് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നഖം വളരുന്നതിനനുസരിച്ച് അവിടെ ഗ്യാപ്പ് ഫോം ചെയ്യാതിരിക്കാനായിട്ട് ആണ് ഈ ക്യൂട്ടിക്കിൾസ് പുറകോട്ട് തള്ളുന്നത്. കണ്ടോ, ഇനി എല്ലാം ക്ലീൻ ആക്കി ചെയ്യാം. ഇനി ഒരു ശക്കലം ഒന്ന് നെയിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഞാൻ ഇച്ചിരി നഖം നീട്ടുന്നയാളാണ്. ഇനി അടുത്തതാണ് സർജിക്കൽ ബ്ലേഡാണ്. ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പേടിയില്ലാത്തവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. കാരണം മുറിവ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതും ഈ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടുത്തെ ഡെഡ് സ്കിന്ന് കളയാനായിട്ട് വളരെ നല്ലതാണ്. ഇച്ചിരി ചെത്തി വേണേൽ കളയാം. ഇനി അടുത്തത് സ്ക്രബാണ്. ഈ സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് കാലിൻ്റെ പാദം മുഴുവൻ നല്ലോണക്കൊന്ന് മസാജ് ചെയ്യാം. ഇതിനകത്ത് പോമീസും പിന്നെ ഓറഞ്ചിൻ്റെ പീൽസിൻ്റെ കുറച്ചൊക്കെ ഗ്രാനൂൾസ് ഉണ്ട്. അത് വെച്ച് കാലിൻ്റെ ദേർട്ടെല്ലാം നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും. ഡെഡ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും.
ഇപ്പം നമ്മൾ ഏകദേശം സ്ക്രബിങ്ങും മസാജും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാല് പുറത്തെടുത്ത് നല്ലോണം അതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് തുടച്ചെടുക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ മസാജാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ആൽമണ്ടിൻ്റെ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നതേലും മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ ബോഡി ലോഷനോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഹൈഡ്രേഷനും ഒരു മസാജും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നല്ലൊരു പായ്ക്കിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോഗട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മുടെ റോസിൻ്റെ പെറ്റൽസ് എല്ലാം ഉണങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പൊടിച്ചതാണ്. റോസിൻ്റെ പൗഡറാണ് ഇപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഇവിടെ പായ്ക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 2 കാലിൽ നല്ലൊരു മാസ്കായിട്ട് അപ്ലൈ ചെയ്യുക. കൂടുതലൊരു ചെറിയ മസാജൊക്കെ ആകാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങുന്നിടം വരെ നമുക്ക് 5-8 മിനിറ്റ് നമുക്കൊന്ന് പുസ്തകം വായിക്കുകയോ റിലാക്സ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അങ്ങനെ 2ാം വട്ടവും നമ്മുടെ പ്രൊസീജിയർ എല്ലാം തീർത്ത് ഇനി നമുക്ക് നല്ലോണക്ക് ഇതിനെ വൈപ്പ് ചെയ്തെടുക്കാം. ഇത് 2 കാലും നല്ലോണക്ക് തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പെഡിക്യൂറിൻ്റെ മെഷീൻ കാണിക്കാം. ഇത് പെഡിക്യൂർ നല്ലോണക്ക് മസാജ് ചെയ്യുന്ന മെഷീനാണ്. ഇതിന് പല പ്രോഗ്രാമുണ്ട്. ഈ മെഷീൻ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളൂ. കൂടുതലും സമയമില്ലാത്ത സമയങ്ങളിൽ ഞാൻ നമ്മുടെ കല്ലിൽ പോയി കുളി കഴിഞ്ഞിട്ട് കല്ലിൽ പോയി കാലിറക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ആ സ്ക്രബിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കാൽപാദം മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അടിവശം നമ്മുടെ മെഷീൻ്റെ അകത്ത് റോളറുണ്ട്, അത് മസാജ് ചെയ്തോളും. ഫുഡിൻ്റെ ഈ റിഫ്ലെക്ടോളജിയുടെ മാപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മസാജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നമ്മുടെ ഓരോ അവയവവും കാലിൻ്റെ അടിവശം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മസാജിങ്ങും സ്ക്രബിങ്ങും വൈപ്പിങ്ങും എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂട്ടസ് ഒക്കെ ഇട്ട് നമ്മുടെ കാലിനെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാം. നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്യുന്നത് സെമി പെർമനൻ്റ് ആണ്. അതുകൊണ്ട് ഇനി 3-4 മാസത്തേക്ക് ഈ കാലയിലോട്ട് ഇനി തിരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ ഇരുന്നോളും. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന ബേസ് കോട്ട് ഇട്ടു, അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടുന്നു. ഇത് ഞാനിവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ടായിരുന്നു ഇരുന്നത്. സ്റ്റിക്കർ ഒട്ടിച്ചു, പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ല. പിന്നെ ഇത് നമ്മുടെ നെയിൽ പോളിഷിൻ്റെ പൗഡർ ഫോമാണ്. അത് വെച്ചൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കിയിട്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം വീണ്ടും മൊത്തം മാറ്റിയിട്ട് വീണ്ടും ഞാൻ വയലറ്റ് കളറുള്ള ഒരു നെയിൽ പോളിഷാണ് ഇപ്പം തേക്കുന്നത്. അതും പൗഡർ ഫോമാണ്. അത് പിന്നെ അതിന് ശേഷം നമ്മൾ ടോപ്പ് കോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നെയിലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റിയും ലൈറ്റിങ്ങും ഒക്കെ കുറവുണ്ട്. പുറത്ത് ഭയങ്കര ഹെയിൽ സ്റ്റോണും ഭയങ്കര മഴയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റൂമൊക്കെ അടച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും തന്നെത്താനെ പെഡിക്യൂറൊക്കെ ഒന്ന് ചെയ്യുക. ഞാൻ കുറേ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒക്കെ എടുത്ത് തന്നെത്താനെ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്